ഹലോ എവരി വൺ, ഐ എം സമീന അജ്മൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റിംഗ് ബാക്ക് കാനോൺ എന്ന ടോപ്പിക്കാണ്. അതായത് കൊളോണിയലിസത്തിന് ശേഷം നമുക്കറിയാം ബ്രിട്ടൻ പോലെയുള്ള വലിയ സൂപ്പർ പവേഴ്സിൻ്റെ കീഴിൽ കോളനികളായിരുന്നു ഇന്ത്യ പോലെയുള്ള കുറേ രാജ്യങ്ങൾ. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമാവുന്നുണ്ട്. അപ്പോൾ അതാണ് കൊളോണിയലിസത്തിന് ശേഷം പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഈ കൊളോണിയലിസത്തിന് ശേഷം വന്ന സാഹിത്യ കൃതികളിൽ ഈ ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങളെ വിമർശിക്കുകയാണ്, അവർക്കെതിരെ പ്രതിഷേധിക്കുന്നതാണ്, അവർക്കെതിരെ എഴുതുന്നതാണ്. അത്തരം സാഹിത്യകൃതികളെയാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആ ലിറ്ററേച്ചറുകളെയാണ് നമ്മൾ റൈറ്റിംഗ് ബാക്ക് കാനോൺ എന്ന് പറയുന്നത്. അവർക്കെതിരെയുള്ള റിയാക്ഷനാണ് ഈ ലിറ്ററേച്ചറുകളിലൂടെ പറഞ്ഞിട്ടുള്ളത്. ദി എംപയർ റൈറ്റ്സ് ബാക്ക് എന്ന ഫ്രേസ് ആദ്യമായി സൽമാൻ റുഷ്ദി അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറായിട്ടുള്ള ദ ടൈംസിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫ്രേസിൽ നിന്നാണ്. പിന്നീട് റൈറ്റിംഗ് ബാക്ക് എന്ന ടേം ഹെലൻ ടിഫിൻ, ബിൽ അഷ്ക്രോഫ്, ഗാരത്ത് ഗിഫ്റ്റ് എന്നിവർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ ഫ്രേസ് അഡോപ്റ്റ് ചെയ്താണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകളിലൂടെ അവർ മറ്റ് ഈ പറയുന്ന കൊളോണൈസേഴ്സിനെയും അവരുടെ സംസ്കാരത്തെയും ജനങ്ങളെയും വിമർശിക്കുന്നത്. അത്തരത്തിൽ കൊളോണൈസേഴ്സിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിനുവ അച്ചേബ്സിൻ്റെ തിങ്സ് ഫോൾ അപ്പാർട്ട്. നൈജീരിയൻ നോവലിസ്റ്റ് ആൻഡ് പോയറ്റാണ് ചിനുവ അച്ചേബ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് ബാക്ക് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് കൊളോണിയൽ ടേമാണ്. ഇതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൊളോണിയലിസം ആ കാലഘട്ടത്തെ കഥകളെയും ജനങ്ങളെയും സംസ്കാരത്തെയും പ്രധാന സംഭവങ്ങളെയും തിങ്സിനെയും ചരിത്രത്തെയും ഒക്കെ വിമർശിക്കുന്നതാണ് റൈറ്റിംഗ് ബാക്ക് ലിറ്ററേച്ചറുകളിലൂടെ, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകളിലൂടെ. റൈറ്റിംഗ് ബാക്ക് എന്ന ഇവരുടെ ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകളിൽ അവർ വിശ്വസിച്ചിരുന്ന ഐഡിയോളജി എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് ഒരു സംസ്കാരവും ഒരു ചരിത്രവും മുന്നിലോ പിന്നിലോ അല്ല, എല്ലാവരും തുല്യരാണ്. ആർക്കും ആരെയും ഞാൻ മോർ സുപ്പീരിയർ ആണ്, ഞാൻ മുൻപന്തിയിലാണെങ്കിൽ മറ്റൊരു സംസ്കാരം താഴ്ന്നതാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ സംസ്കാരം താഴ്ന്നതാണ് എന്ന് പറയാൻ അവകാശപ്പെടാൻ സാധ്യമല്ല. ഒരു ടെക്സ്റ്റും ഒരു സാഹിത്യകൃതിയും ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളെക്കുറിച്ച് മുഴുവൻ രാജ്യത്തെ ജനങ്ങളെയോ സ്ഥലത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ മുഴുവൻ സത്യം പറയുന്നില്ല. ഓരോ ടെക്സ്റ്റും ഓരോ സാഹിത്യകൃതികളിലും റൈറ്റേഴ്സിൻ്റെ വ്യൂ പോയിന്റിലാണ് അത് എഴുതുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് അതാണ് ആ രാജ്യത്തിൻ്റെ ട്രൂത്ത്, സത്യം അതാണ് അതിൻ്റെ സംസ്കാരം എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. അതിന് പ്രധാന കാരണം വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് അവരുടെ ലിറ്ററേച്ചറുകളിൽ അവരുടെ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ എഴുതുന്നത്. അതായത് അവർ കോളനിയാക്കപ്പെട്ട രാജ്യങ്ങൾ, കോളനിയാക്കിയ രാജ്യങ്ങളൊക്കെ തന്നെ ഇൻഫീരിയർ ആണെന്നും ഈ പറയുന്ന വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടേക്കാളും സുപ്പീരിയർ ആണെന്നും അതുപോലെ തന്നെ ഈ കോളനിയാക്കപ്പെട്ട മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യരും ഒരു ലെസ് ഐഡിയലും ആണെന്നുള്ള രീതിയിലാണ് അവരുടെ സാഹിത്യകൃതികളിൽ അവരുടെ പെർസ്പെക്റ്റീവിൽ അവർ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ബയാസ്ഡ് ആയിട്ടുള്ള മുൻവിധിയോടുകൂടിയുള്ള ഈ പറയുന്ന ലിറ്ററേച്ചറുകളെ വിമർശിച്ചുകൊണ്ടാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകളിൽ കുറച്ചും കൂടെ ഈ കോളനിയാക്കപ്പെട്ട രാജ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകളിലൂടെ ലഭ്യമാകും. അപ്പോൾ റൈറ്റിംഗ് ബാക്ക് ഈ പറയുന്ന പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലൂടെ അവർ റെസ്പോണ്ട് ചെയ്തത് ഇതിന് മുന്നേ ഇല്ല വെസ്റ്റേൺ കൺട്രീസിൻ്റെ അവരുടെ സാഹിത്യകൃതികളെയും ഫിലിം ഡോക്യുമെൻ്ററീസ് ഇതൊക്കെ ബയാസ്ഡ് മുൻവിധിയോടുകൂടിയും അതൊന്നും സത്യസന്ധമല്ല എന്നും അതൊന്നും സ്വീകാര്യമല്ലാത്തതാണ് എന്ന് തുറന്നുകൊണ്ട് ഡിസഗ്രി ചെയ്തുകൊണ്ട് അവർ റൈറ്റിംഗ് ബാക്കിലൂടെ അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ റൈറ്റിംഗ് ബാക്ക് കാനോൺ. അതുപോലെ തന്നെ റൈറ്റിംഗ് ബാക്ക് ലിറ്ററേച്ചറുകളുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള ഈ ക്ലാഷുകളെക്കുറിച്ചും ജെൻഡർ ഇഷ്യൂസിനെക്കുറിച്ചും ഇൻഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് റിജിഡിറ്റി, പ്രെജുഡീസ്, മുൻവിധിയെക്കുറിച്ചും ഒക്കെയാണ് ഇതിലൂടെ അവർ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന റൈറ്റിംഗ് ബാക്ക് എന്ന് പറഞ്ഞ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുകളിൽ ഇവരെ കൊളോണലൈസ്ഡ് ചെയ്തിട്ടില്ല, ഈ കോളനിവൽക്കരണം നടത്തിയിട്ടില്ല ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ സാഹിത്യകൃതികളിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല, നരേറ്റ് ചെയ്തിട്ടില്ല വെസ്റ്റേൺ വ്യൂ പോയിന്റ് പെർസ്പെക്റ്റീവിൽ ഈ പറയുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളെ മിസ്റെപ്രസെൻറ്റേഷനെ ജനങ്ങളിലേക്ക് ശരിയായ രീതിയിൽ ബാലൻസ്ഡായി ഒരു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് എഴുതിയ ലിറ്ററേച്ചറുകളാണ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ റൈറ്റിംഗ് ബാക്ക് ലിറ്ററേച്ചറുകൾ.
അപ്പോൾ റൈറ്റിംഗ് ബാക്ക് കാനോൺ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.